മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. കഴിഞ്ഞ സെഷനിൽ US വിപണിയെ സംബന്ധിച്ച് ഡൗ ജോൺസിന് 1% നേട്ടം രേഖപ്പെടുത്തി. S&P 500ഉം നാസ്ഡാക്കും 1.5% ഒരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർ ടേൺ ലോങ് ടേമിൽ ഇത് ഓൾറെഡി ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ 5 ദിവസത്തെ ഒരു സെൽ ഓഫ് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷമായിരുന്നു ഇന്നലെ റിക്കവറി കാണാൻ സാധിച്ചത്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ആ ഒരു കറക്ഷൻ ഫേസ് കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. 41,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഡൗ ജോൺസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ലോങ് പൊസിഷൻസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 40,300 പോയിന്റ് ആയിരിക്കും. 40,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡിൽ ഇപ്പോഴും ബുള്ളിഷ്നെസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഇന്നലത്തെ ഒരു റിക്കവറി നമുക്കൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 19,200 പോയിന്റ് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റ്സിലും ബ്രെൻഡ് ക്രൂഡ് ഇന്നിപ്പോൾ ഒരു നേട്ടത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ 1.18% ഒരു നേട്ടത്തിൽ ബാരലിന് $71.9 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. WTIയും 1.57% ഒരു മുന്നേറ്റത്തിൽ ബാരലിന് 68.73 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ 8-9 ട്രേഡിംഗ് സെഷൻസിൽ കനത്ത സെല്ലിംഗ് കണ്ടിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ നമ്മളൊരു നേരിയ തോതിൽ വി ഹവ് സീൻ എ ഷോർട്ട് കവറിംഗ്. ആൻഡ് ഇന്നും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വീണ്ടും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ 72 മുതൽ $74 റേഞ്ച് വിൽ ബി എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റേഞ്ച് വരെ എത്തിയാൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നില്ല. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് എടുക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. സോ അവോയ്ഡ് ലോങ് പൊസിഷൻസ്. ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $69.50 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾഡിനെ സംബന്ധിച്ചും ട്രൈ ഔൺസിന് 2,503 എന്ന റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. ഗോൾഡ് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ സ്വർണം ഒരു ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് റേഞ്ചിലോട്ട് പെട്ടിട്ടുണ്ട്. ദാറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ $2,490 ആൻഡ് $2,570. സോ സ്വർണത്തിൽ നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു പുതിയ ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ 2,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,490 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിൽ 24,823 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിരുന്നത്. തുടർന്ന് 24,900 എന്നുള്ളൊരു ലെവൽ മറികടന്നുകൊണ്ട് 957 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ 936 എന്നൊരു റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അവസാന മണിക്കൂറുകളിൽ ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമ്മൾ കഴിഞ്ഞ 4-5 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. അറ്റ് ദ മൊമെന്റ് നമ്മുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ് ടു ബെയറിഷ്. ഈ ഒരു സൈഡ് വേസ് ടു ബെയറിഷ് ട്രെൻഡ് ഇന്ന് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,160 അതിനെ തുടർന്ന് 25,400 ആയിരിക്കും. 24,540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നാച്ചുറലി നമ്മളൊരു പുതിയ ഓൾ ടൈം ഹൈയിലോട്ട് തന്നെ എത്തിച്ചേരും. ബട്ട് നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 24,800 പോയിന്റിന്റെ സപ്പോർട്ടിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
നിഫ്റ്റി ബാങ്ക് സൂചികയിൽ 540 പോയിന്റിന്റെ ഒരു നേട്ടമാണ് ക്ലോസിംഗ് നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. 51,117 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ 51,192 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടി നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ICICI ബാങ്ക് വലിയ തോതിലുള്ള ഒരു സപ്പോർട്ട് നിഫ്റ്റിക്കും അതേപോലെ തന്നെ ബാങ്ക് സൂചികയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നു. 2% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമ്മളൊരു റിക്കവറി കണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഈ 51,600. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് സപ്പോർട്ട് നൽകേണ്ടത് HDFC ബാങ്ക് തന്നെ. സോ HDFC ബാങ്കിൽ കണ്ടിന്യൂ ടു റിമെയിൻ ഇൻ ഫോക്കസ്. HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1,660 1660 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ HDFC ബാങ്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് വീണ്ടും ഒരു നല്ല മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ്, HDFC ബാങ്കിനെ കുറിച്ച് സംസാരിച്ചു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മറ്റ് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജിയോഫിനെ സംബന്ധിച്ച കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 341 എന്നൊരു റേഞ്ചിലാണ് ജിയോഫിൻ വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ പോലും കഴിഞ്ഞൊരു വീക്കിൽ അല്ലെങ്കിൽ മന്ത്ലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ജിയോഫിൻ്റെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജിയോഫിനെ സംബന്ധിച്ച വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാം. ജിയോഫിനെ സംബന്ധിച്ച് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? ജിയോഫിനിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, ജിയോഫിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് 2-2.5 മാസമായിട്ട് നമുക്ക് ജിയോഫിനിലെ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അത്രയും ആഴ്ചകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജിയോഫിന്റെ കേസിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 325 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 357 രൂപയിലായിരിക്കും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് നല്ലൊരു നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ വ്യൂ ആണ് ചോദിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഡിഫൻസ് കമ്പനികളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും കരാറുകൾ ധാരാളമായിട്ട് കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ചും വലിയൊരു കരാർ ലഭിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഇടിവോടുകൂടി 4,656 എന്നൊരു റേഞ്ചിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ജൂലൈ 9 ആയിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയ 5,638 രൂപയിലായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വി ആർ സീയിങ് എ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഇൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ആലിന്റെ കേസിൽ നമുക്കൊരു നല്ല സപ്പോർട്ട് ബേസ് ഇപ്പൊ ഫോം ചെയ്തു വരുന്നത് 4,530 രൂപയിലാണ് കാണുന്നത്. സോ നമുക്ക് കറണ്ട് ലെവൽസിൽ നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 4,530 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 4,800, അതിനെ തുടർന്ന് 4,950, അതിനെ തുടർന്ന് 5,190. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനോടൊപ്പം തന്നെ മെസഗോൺ ഡോക്കിന്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ കുറേ സെഷനുകളായിട്ട് മെസഗോൺ ഡോക്കിനെ സംബന്ധിച്ചൊരു ഇടിവോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞൊരു സെഷനിലും 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും 12% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. മെസഗോൺ ഡോക്കിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? സോ മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച്, കൊച്ചിൻ ഷിപ്പ്യാർഡ് മുതലായ ഷിപ്പിംഗ് സ്റ്റോക്സ് ഒക്കെ തന്നെ ബിൽഡിംഗ് സ്റ്റോക്സ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫോറത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. ആൻഡ് മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ജൂലൈ 5 5,860 രൂപയിലായിരുന്നു നമുക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്.
HALനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2-2.5 മാസമായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ഫേസിന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് നമ്മൾ വന്നിരിക്കുന്നു. എഗെയിൻ HAL പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 4170 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ അപ്വേർഡ് മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് 4860, അതിനെ തുടർന്ന് 5050. സാറ് ഗാർഡൻ റീച്ചിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർഡൻ റീച്ചും ഈ ഒരു സെയിം സ്റ്റേജിൽ തന്നെയാണ്. ഒരു 13% ഒരു ഇടിവ് തന്നെയാണ് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ഗാർഡൻ റീച്ചിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗാർഡൻ റീച്ചിന്റെ കേസിലും ജൂലൈ 5-ാം തീയതി ആയിരുന്നു നമുക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. 2833 രൂപയിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1730 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 2000 രൂപയിലും അതിനെ തുടർന്ന് 2165 രൂപയിലും ആയിരിക്കും. 2165 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് സിംഗർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. സിംഗർ ഇന്ത്യ എന്ന സ്റ്റോക്ക് കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഒരു 6% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സിംഗർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, സിംഗർ ഇന്ത്യ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന് NSEയിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് BSEയിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് എങ്കിലും ഓഗസ്റ്റ് അവസാനം ഒരു 20th ഓഗസ്റ്റിന് ശേഷം പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ നമുക്കൊരു വലിയ കുതിപ്പ് കാണാൻ സാധിച്ചു. ആൻഡ് അതിനുശേഷം കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. നമ്മളൊരു പ്യുവർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും 94ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 89 രൂപയിലായിരിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 100 രൂപ, അതിനെ തുടർന്ന് 105, 110. പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രി സ്റ്റോക്കിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 313 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ലക്ഷ്മി ഓർഗാനിക്സ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് 2021 നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് അറൌണ്ട് 620 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു ലക്ഷ്മി ഓർഗാനിക്സ്. ബട്ട് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 220 രൂപയ്ക്ക് അടുത്ത ആ ഒരു കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം കഴിഞ്ഞൊരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറന്റ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇനിയുള്ളത് 330, അതിനെ തുടർന്ന് 340. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഇസാഫിലുള്ള വ്യൂ ആണ്. ഇസാഫിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 0.16% ഒരു നേരിയ ഇടിവിൽ 49 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിസ്റ്റിംഗിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇസാഫ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ജൂൺ 4-ാം തീയതി ആയിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ 49 രൂപയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് ആ ഒരു ലോവസ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ട 48 രൂപ 88 പൈസ വരെ ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് ഒരു റിസ്കി സ്ട്രാറ്റജിയാണ്. ബട്ട് എങ്കിലും കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. നമുക്ക് ഒരു 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു 48-49 രൂപയിൽ പുതിയൊരു സപ്പോർട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ എന്ന്.
ഈ സ്റ്റോക്കിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 51 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 235 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഓഫ് ബറോഡ മറ്റ് പല പബ്ലിക് സെക്ടർ ബാങ്ക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ. അൺഫോർച്ചുനേറ്റ്ലി ബാങ്ക് ഓഫ് ബറോഡ അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. എങ്കിലും 230 രൂപയിൽ ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവൽ കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 230ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം വീണ്ടും ഇതിലൊരു സെല്ലിംഗ് പ്രഷർ നേരിടും. പുതിയൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 10% നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 854 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ബാലു ഫോർജ് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് നമുക്കൊരു നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് ബാലു ഫോർജ്. ആൻഡ് പ്രിയ പറഞ്ഞതുപോലെ ഇന്നലെ നല്ലൊരു മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 935 അതിനെ തുടർന്ന് 1010 രൂപയിലും ആയിരിക്കും. അപ്പോളോ ഹോസ്പിറ്റൽസിലെ വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 6% നഷ്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 6860ലാണ് ക്ലോസ് ചെയ്തത്. ഹോസ്പിറ്റൽസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞൊരു ഒരാഴ്ച 10 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊന്നും എനിക്ക് ഒരു പ്രോബ്ലം കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആസ് എ ലോങ് ടേം വാല്യൂ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നമുക്ക് പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. കറന്റ് ലെവൽസിൽ പുതിയൊരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊട്ടക് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. അതോടൊപ്പം തന്നെ കനറ ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂവും ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റോക്കുകളും ഒരു നേട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. നമ്മൾ നേരത്തെ ICICI ബാങ്കിനെ കുറിച്ച് സംസാരിച്ചു. വി സ്പോക്ക് അബൌട്ട് HDFC ബാങ്ക് ആൻഡ് കോട്ടക് ബാങ്കിന്റെ കേസിലും നമുക്ക് ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ബട്ട് കോട്ടക് ബാങ്കിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു, സിമിലർ ടു HDFC ബാങ്ക്. കോട്ടക് ബാങ്കിന്റെ കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 1810 രൂപയുടെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് കാണുന്ന 1830, അതിനുശേഷം 1860, അതിനുശേഷം 1880. ആൻഡ് കാനറ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നേരത്തെ നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയെ കുറിച്ച് സംസാരിച്ചിരുന്നു. വളരെ സിമിലർ ടു ബാങ്ക് ഓഫ് ബറോഡ ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 95 രൂപയിലായിരിക്കും. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സെറ സാനിറ്ററി വെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 4% ഒരു ഇടിവാണ് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. 8803 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സെറ സാനിറ്ററി വെയർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 8790 നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണണമെങ്കിൽ 9600 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ആന്ധ്ര പേപ്പറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഇടിവോടുകൂടി 562 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ആന്ധ്ര പേപ്പർ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലത്തെ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ദർസ് എ ഹൈ പോസിബിലിറ്റി ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറുമെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 540 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 590ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ടിറ്റഗർ റെയിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% ഇടിവ് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തി.
അൺഫോർച്ചുനേറ്റ്ലി ടിറ്റഗർ റെയിലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തന്നെ തുടരുന്നു വിത്ത് എ ബെയറിഷ് ബയസ്. ഈ സ്റ്റോക്കിന്റെ ഒരു വളരെ സ്ട്രോങ് സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന 1310 രൂപയിൽ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1310 ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് വരുന്നുവെങ്കിൽ 1520 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. റെയ്മണ്ടിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 4% ഇടിവാണ് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. സോ റെയ്മണ്ടിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. 2100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. നിലവിൽ അത് വാങ്ങാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PG ഇലക്ട്രോ പ്ലാസ്റ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇത് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. സോ ഇതിന്റെ ഒരു അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 660 രൂപയിലായിരിക്കും. രാജ് ഇൻഡസ്ട്രീസിന്റെ വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 2% ഇടിവിൽ 720 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാഞ്ച് ഇൻഡസ്ട്രീസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 710 നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 750 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. SBI കാർഡ്സിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 802 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. SBI കാർഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ ഒരു 10-15 ദിവസത്തെ കുതിപ്പിനെ തുടർന്ന് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 840, അതിനെ തുടർന്ന് 860, 880. MTNLിലെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. മഹാനഗർ ടെലിഫോൺ കഴിഞ്ഞൊരു സെഷനിൽ 1% അടുത്ത ഒരു ഇടിവിൽ 55 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. MTNLന്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു 52 വീക്ക് ഹൈ നമുക്ക് നൽകിയത് ജൂലൈ 29 ആയിരുന്നു. അത് 101 രൂപയിലായിരുന്നു. അതിനുശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് MTNL. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിലൊരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 65 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. സെൻകോ ഗോൾഡിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടം കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരുന്നു. സെൻകോ ഗോൾഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് സെൻകോ ഗോൾഡ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. NHPCയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1.5% ഇടിവിൽ 94 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. NHPC ലോങ് ടേം ട്രെൻഡ് continues to be bullish, but short term trend bearish to sideways ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 93 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് മാസഗോണിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതൊക്കെ പോലെ തന്നെ നമ്മൾ എഗൻസ്റ്റ് ട്രെൻഡ് നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 92 രൂപ 90 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 99, അതിനെ തുടർന്ന് 101 രൂപ 50 പൈസ, അതിനെ തുടർന്ന് 104 രൂപ 50 പൈസ. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നൈക്കയിലുള്ള വ്യൂ ആണ് അവസാനമായി ചോദിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 217 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. നൈക്കയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 230 230 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 245 260 രൂപയിലും ആയിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.